അവിടെ ശരിക്കും മോഹൻലാൽ എന്നൊരു നടൻ നിൽക്കുന്നു. ഞാൻ അങ്ങനെയല്ല അത്. എന്നെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് വിജയമോഹൻ ഇങ്ങനെ ആയിരിക്കണം, അഡ്വക്കേറ്റ് രാജശേഖർ ഇങ്ങനെ ആയിരിക്കണം. അനശ്വര എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ആക്ടറാണ്. അനശ്വര ചെറിയ കുട്ടിയാണ്. ഈ ചെറിയ ഏജിൽ ആ കുട്ടി അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അയ്യോ നമുക്ക് സങ്കടം വന്നു. സൂപ്പർ സ്റ്റാറുകളുടെ വക്കീൽ എന്നാണ്. ആദ്യം മമ്മൂട്ടിയിൽ തുടങ്ങി മോഹൻലാല്, വിജയ് അങ്ങനെ എത്തി നിൽക്കുകയാണ്. പ്രതീക്ഷിച്ചില്ല 5 ഇരട്ടി ചേർത്തിട്ട് സിദ്ദിഖ് ഓരോ ഡയലോഗും ഞാൻ അറിയാണ്ട് നിന്ന് ക്ലാപ്പ് ചെയ്തിട്ട് ഓരോന്ന് കഴിയുമ്പോൾ സിദ്ദിഖാന്ന് പറഞ്ഞ് ഞാനിങ്ങനെ. നമ്മുടെ കൂടെയുള്ളത് നടിയും അഡ്വക്കേറ്റും ആയിട്ടുള്ള ശാന്തി മായാദേവിയാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ തിരക്കഥാകൃത്ത് കൂടിയാണ്. നേരിന് ലഭിക്കുന്ന ഒരു റെസ്പോൺസ് ഉണ്ട്. എല്ലാരും പറയുന്നത് ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവ് എന്ന് നേരിനെ വിശേഷിപ്പിക്കുന്നു. അപ്പൊ അതില് അഭിനയിച്ചിട്ടുണ്ട്, അതിന്റെ തിരക്കഥ എഴുതുകയും ചെയ്തിരിക്കുന്നു. ഇത് തരുന്നൊരു സന്തോഷം എന്താണ് ഈ ഒരു റെസ്പോൺസ്? ഭയങ്കര സന്തോഷമാണ്. എല്ലാം യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. അപ്പൊ ഈ മൊമെന്റിൽ സ്നേഹവും പ്രാർത്ഥനയും നന്ദിയും ഗ്രാറ്റിറ്റ്യൂഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത്. ദൈവത്തിനോടും കൂടെ നിന്ന് എല്ലാവരോടും, ഫാമിലി. ഇത് പറയുമ്പോ എങ്ങനെയായിരുന്നു ഈ തിരക്കഥ എഴുതുന്നതിന്റെ ഒരു ഭാഗമായി തീരുന്നത്? എങ്ങനെയായിരുന്നു, എപ്പോഴായിരുന്നു ജിത്തു ജോസഫ് ഇതിനെ കുറിച്ച് വന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്? ദൃശ്യത്തിന്റെ സമയത്ത് സാർ ഒരു ത്രെഡ് പറയുന്നു. എന്തുകൊണ്ടായിരിക്കും ശാന്തിയോട് ഇത് പറയാം എന്ന് അദ്ദേഹത്തിന് തോന്നിയത്? അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം ദൃശ്യത്തിൽ ആ കോഡ് പോർഷൻസ് എനിക്ക് എഴുതി തരുമ്പോ ആ കോഡ് പോർഷൻസിൽ അദ്ദേഹം എഴുതിയ കുറച്ച് ഡയലോഗ്സിൽ ഈ ശരിക്കുള്ള റിയലിസ്റ്റിക് ആയിട്ട് ഒന്ന് അപ്രോച്ച് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് ഒന്ന് മാറ്റി എഴുതിയതാണ്. കാരണം ആദ്യമായിട്ടാണ് ഒരു തിരക്കഥ ഇങ്ങനെ കിട്ടിയിട്ട് നമുക്കത് മാറ്റി എഴുതാമോ എന്ന് ചോദിക്കുന്നത്. പിന്നെ ഒരാൾ എഴുതിയ ഇപ്പൊ സേലേക്ക് ഇപ്പൊ എന്റെ ഓഫീസിൽ ഒരാൾ ഡ്രാഫ്റ്റ് ചെയ്തു, ജൂനിയേഴ്സ് ആരെങ്കിലും ഡ്രാഫ്റ്റ് ചെയ്യുന്നത് നമ്മളിങ്ങനെ തിരുത്തുമല്ലോ മാറ്റിയിട്ട്. അതുപോലെ പ്രത്യേകിച്ച് ജിത്തു സാറിന്റെ ഒരു തിരക്കഥ കിട്ടിയിട്ട് നമ്മൾ അതിനകത്ത് ഒന്നുമില്ല, കോട്ട് ലാംഗ്വേജ് വെച്ച് തിരുത്തി അത് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അത് കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ട് വന്നു. അപ്പൊ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എവിടെയോ എഴുതുന്നോ കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ട് എഴുതുന്നൊക്കെ തോന്നിയിട്ടായിരിക്കണം അദ്ദേഹം അപ്രോച്ച് ചെയ്തത്. ഇപ്പൊ ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറക്കുന്ന സിനിമയ്ക്കാണ് തിരക്കഥ എഴുതാൻ പോകുന്നത്. അപ്പോ ദൃശ്യത്തിന്റെ ആ ഒരു സക്സസും ഒക്കെ പേറിക്കൊണ്ടാണ് നേരെ നമ്മുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. അപ്പോ അതൊരു ടെൻഷൻ ആയിരുന്നു, അതിന്റെ തിരക്കഥ എഴുതാൻ പോവുകയാണ്? ഇല്ല, കാരണം ആ സമയത്ത് അന്നില്ലായിരുന്നു. കാരണം സാർ ഒരു ത്രെഡാ പറഞ്ഞത്. അപ്പൊ അത് എഴുതാമോ എന്ന് ചോദിക്കുന്നു. ആർക്കാ എന്താന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു 10 വർഷമായിട്ടുള്ള ഒരു തോട്ടാണ്. ഞാൻ സാറിന് പരിചയമുള്ള ഒത്തിരി വക്കീലന്മാരുണ്ട്, സാറിന്റെ കേസുകളൊക്കെ ചെയ്തു തരുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന വക്കീലന്മാരുണ്ട്. അപ്പൊ അവരോടൊക്കെ ചോദിച്ചു. പക്ഷെ അവരെല്ലാരും ആ സമയത്ത് തിരക്കും കാര്യങ്ങളും കാരണം ഇരുന്ന് എഴുതണമല്ലോ. അപ്പൊ സാറിന് കംഫർട്ടബിൾ ആയിട്ട് നമ്മൾക്ക് എപ്പോഴും വിളിക്കുമ്പോൾ അവൈലബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു എഴുതാൻ പറ്റുന്നൊക്കെ ആയിട്ട് വരുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. തനിക്കത് ചെയ്യാൻ പറ്റും, കാരണം താൻ ഇതിൽ അത്യാവശ്യം വൃത്തിക്കത് എഴുതിയിട്ടുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പൊ ഞാനൊരു തുടക്കക്കാരിയാണ്. അപ്പൊ നമുക്ക് ആരാ ചെയ്യണേ എന്താണെന്നൊന്നും നമുക്ക് ചോദിക്കാനും അറിയില്ല. നമ്മളോടൊരു കാര്യം ചെയ്യുമെന്ന് ചോദിച്ചു, എഴുതാൻ പറ്റുമോ എഴുതാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കായിരുന്നു. അത് കഴിഞ്ഞ് എഴുതി എന്റെ 1 ലൈനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. ഞാനത് ആന്റണിയോട് പറഞ്ഞു, എന്ന് വെച്ചാൽ ആന്റണി ചേട്ടൻ, ആന്റണി പെരുമ്പാവൂർ. അപ്പൊ ആന്റണി പറഞ്ഞു, അണ്ണാ ഇത് നല്ലതാണ്, നമുക്കത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യും. അപ്പോഴാണ് എനിക്കിത് പോകുന്നത്. ആന്റണി ചേട്ടനോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ലാലേട്ടൻ. അപ്പൊ ഞാൻ ലാലേട്ടൻ നമുക്ക് ലാലേട്ടനോ ചെയ്യിപ്പിക്കാനും നല്ല സബ്ജക്ട് ലാലേട്ടന് പറ്റുന്ന പിന്നെ ഒരു ആവേശമാണ് നമുക്ക്. അപ്പൊ പേടി തോന്നിയില്ല. അത് ലാലേട്ടൻ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു. അതായത് അതില് ആ ഒരു ബട്ടൺസ് എഴുന്നേൽക്കുമ്പോൾ ബട്ടൺസ് ഇടുന്നതും അഴിക്കുന്നതും പോലും അത്രയും സൂക്ഷ്മതയോടെയാണ് അത് ചെയ്തിരുന്നതെന്ന്. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞായിരുന്നു ഒരു അഡ്വക്കേറ്റ് ആവണം എന്നുള്ള ആഗ്രഹം പറഞ്ഞിരുന്നു എപ്പോഴും. ഡയലോഗ്സ് ഒക്കെ കോഡ് സീക്വൻസിൽ ഇപ്പം തിയേറ്ററുകളിൽ ക്ലാപ്പ് സീനാണ്, കയ്യടി വീഴുന്ന ആ സീനൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വക്കീലായിരുന്നില്ലല്ലേ, ഇങ്ങനെ ഉണ്ടാവും, അവന് നല്ലതല്ലേ വക്കീലായിരുന്നു ആണല്ലേ. ലാലേട്ടൻ്റെ അച്ഛൻ ഏറ്റവും മികച്ചൊരു, എല്ലാവർക്കും അറിയാം, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഗവൺമെന്റ് സർവീസിലിരുന്ന ഏറ്റവും നല്ലൊരു ലോ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. വക്കീൽ കോട്ടിട്ട് കോടതിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു മികച്ച ഒരു ഈ അഭിഭാഷക വൃത്തിയുമായി അടുത്ത് നിൽക്കുന്ന ഒരാളുടെ മകനാണ് അദ്ദേഹം. ഒരു പക്ഷെ അത് അദ്ദേഹത്തിന്റെ ജീനിലോ ബ്ലഡിൽ ഉണ്ടായിരുന്നു. അതാണ് പുറത്തു വന്നത്. അദ്ദേഹം ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ലോയറായിട്ട് ഇപ്പൊ കണ്ട എല്ലാരും പറയുന്നുണ്ട്, നമ്മളിൽ ഒരു ലോയറായിട്ടാ തോന്നുന്നത്, അല്ലാണ്ട് അമാനുഷികനായിട്ടോ ഒന്നുമല്ല തോന്നുന്നത്. അയാളുടെ എല്ലാ സ്റ്റേജും ഉണ്ട്, വൾണറബിൾ ആയിട്ടുള്ള സ്റ്റേജ് ഉണ്ട് അയാളുടെ, എല്ലാ സ്റ്റേജും ഉണ്ട്. അതുപോലെ എടുത്തു പറയുന്നത് ആരാധകർ അനശ്വരയെ കുറിച്ചാണ് ഈ സിനിമ കണ്ടതിന് ശേഷം. കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പാളിപ്പോകാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രത്തെ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ആ ഒരു റോളിലേക്ക് അനശ്വരയെ കൊണ്ടുവരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അനശ്വര എന്ന് പറയുന്ന ആക്ടറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് ഞാനും ഇരുന്ന് പറയാൻ ഞാൻ ആളെയല്ല. അനശ്വര എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ആക്ടറാണ്. അനശ്വര ചെറിയ കുട്ടിയാണ്. ഈ ചെറിയ ഏജിൽ ആ കുട്ടി അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അയ്യോ നമുക്ക്
സങ്കടം വന്നു, പ്രത്യേകിച്ച് ഇതിനകത്ത് കാരണം ഈ കഥാപാത്രം എഴുതുമ്പോൾ ഈ കഥാപാത്രത്തിന്റെ ഇമോഷൻ, സാറ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ നോവ് എനിക്കിപ്പോ പറയുമ്പോഴും ഉണ്ട്. ഓരോ പ്രാവശ്യവും സാറും ഈ പറഞ്ഞ പോലെ സാറയുടെ ഇമോഷണൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന സാറാണ്. പിന്നെ കോടതിയിൽ സാറ് പെരുമാറേണ്ടതും സാറയുടെ മൊമെന്റ്സും ഞാൻ വർക്ക് ചെയ്യുന്നു. സാറ എപ്പോഴും ഞങ്ങൾക്കൊരു വിങ്ങലായിരുന്നു. പ്രത്യേകിച്ച് തീം മ്യൂസിക് കിട്ടി, വിഷ്ണുവിന്റെ തീം മ്യൂസിക് ആദ്യം കിട്ടി ഞങ്ങൾക്ക്. ആ തീം മ്യൂസിക്കിലാണ് ഞങ്ങൾ സാറയുടെ ഓരോ ഡയലോഗും സാറയുടെ മൊമെന്റ്സ് എഴുതുന്നത്. ഞാൻ ഈ റൂമിലിരുന്ന, അത് പ്രത്യേകിച്ച് രാത്രിയുള്ള മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര എന്താ പറയാ, അതൊരു അങ്ങനെ എല്ലാ കഥാപാത്രം എനിക്കറിയില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ കേസുകളിൽ ഞാൻ എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുള്ള പോലെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്കെതിരെയുള്ള അനീതിയോ കുട്ടികളെ പീഡിപ്പിക്കുന്നതോ കുട്ടികളെ പീഡിപ്പിച്ച് കൊല്ലുന്നതോ ഒക്കെ ആയിട്ടുള്ള കേസുകൾ വരുമ്പോൾ മാത്രമാണ് എന്നെ അങ്ങനെ ഹോണ്ട് ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? മറ്റേതൊക്കെ നമ്മൾ ആ ബാഗേജ് അവിടെ വെക്കും, നമ്മളായിട്ട് പെരുമാറുമ്പോഴും അനശ്വര തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. സാറ് ആദ്യം ബിൽഡ് ചെയ്ത് ഡയലോഗ്സ് എഴുതുന്നതിന് മുമ്പേ സ്ക്രീൻ പ്ലേ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അനശ്വരയൊന്നും ഇല്ല, സാറയാണ്. സാറ എന്ന് പറയുന്നത് എന്റെ മനസ്സിൽ സാറയ്ക്ക് ഇങ്ങനെ ഒരു തട്ട വിട്ട് സാറയുടെ കണ്ണുകൾ, സാറയ്ക്ക് കണ്ണ് കാണില്ല, സാറയുടെ കണ്ണുകളാണ് എനിക്ക്, ആരാണെന്നൊന്നുമില്ല, എന്റെ മുഖത്ത് സാറയുടെ നിഷ്കളങ്കമായ മുഖം, സാറയുടെ കണ്ണ്, സാറയുടെ ആ വിങ്ങല്, സാറ തട്ടമിട്ടിരിക്കുന്ന ഒരു കുട്ടി, അങ്ങനെയൊക്കെയാണ് എന്റെ മനസ്സിൽ. അതിനൊരു വ്യക്തമായ മുഖവും ചുണ്ടും കണ്ണും അങ്ങനെയൊന്നുമില്ല. മനസ്സിലായോ? അപ്പോ ഇതെല്ലാം കഴിഞ്ഞ് ആ മ്യൂസിക് ഇട്ട് അതിങ്ങനെ പോയി. പിന്നെ ഡയലോഗ്സ് എഴുതി ആ ഒരു സ്റ്റേജിലാണ് സാർ ആരെന്നുള്ളൊരു തീരുമാനം. നമ്മളിങ്ങനെ പലതും എടുത്തപ്പോ എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ എല്ലാരും പറഞ്ഞൊരു പേരാണ് അനശ്വര. ആദ്യം ഇത് മറ്റാരെങ്കിലും ഒരിക്കലും ഇല്ല, ആരെ സമീപിച്ചില്ല, എല്ലാരും ഒരേ അഭിപ്രായത്തിൽ. ഉറപ്പായിട്ടും അനശ്വരയുടെ ആക്ടർ എന്നുള്ള, അനശ്വരയിലെ ആക്ടർ എന്ന് എല്ലാവർക്കും അറിയാം. അതാ ഞാൻ പറഞ്ഞത്. അനശ്വര ഉദാഹരണം സുജാതയിൽ വന്നപ്പോ നമ്മുടെ കുട്ടി എന്നും പറഞ്ഞ് എല്ലാവരും ഏറ്റെടുത്ത, അത് തന്നെ അനശ്വര കുറെ കഥാപാത്രങ്ങൾ ചെയ്തു. അത് ഒരു ആക്ടർ ആയിട്ടുള്ള ഒരു ഇവോൾവ് ചെയ്ത് വന്നതാണ്. പല കഥാപാത്രങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടറിന് കുറെ പേർക്ക് ഇഷ്ടപ്പെടും, കുറെ പേർക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പൊ അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രം വരുമ്പോൾ നമ്മുടെ കുട്ടി എന്ന് പറയും. ചില ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കഥാപാത്രം വരുമ്പോൾ കുറെ ആൾക്കാർക്ക് അത് ഓക്കെയാണ്, കുറെ എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ട് വരിക, അതാണ് നേരിൽ സംഭവിച്ചത്. അതുപോലെ ചോദിക്കാണ്, സിദ്ദിഖ്, മോഹൻലാലിന്റെ ഓപ്പോസിറ്റ് സിദ്ദിഖ് നിന്ന് പെർഫോം ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. സിദ്ദിഖ് അല്ലാതെ മറ്റാര് എന്നൊരു ചോദ്യമാണ് അതില്. സിദ്ദിഖൊക്കെ അല്ലാണ്ട് മറ്റാരും ഒരു ചോദ്യം അപ്പോഴില്ല. പക്ഷെ ജിത്തു സാറും എല്ലാരും നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ഒരു ഫ്രഷ്നെസ് എല്ലാവർക്കും അറിയാം. ദൃശ്യത്തിൽ ഒരുപാട് ട്രോൾ ഉണ്ടായിരുന്നു, സിദ്ദിഖ് ഒന്നും സംസാരിക്കുന്നില്ല, സിദ്ദിഖ് എന്തോന്നും മിണ്ടാത്ത എന്ന് പറഞ്ഞു ഉണ്ടായിരുന്നു. ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴും ഒന്നും മിണ്ടിയിരുന്നില്ല. പക്ഷെ ഇവിടെ നേരെ വിപരീതമായിരുന്നു. എനിക്ക് തോന്നുന്നു വേറെ ഒന്നിൽ ഇപ്പം സിദ്ദിഖ് ലാലേട്ടന്, ഇപ്പൊ സിദ്ദിഖ് ഇന്ന് ഞങ്ങളുടെ സക്സസ് മീറ്റിൽ പറഞ്ഞു ലാലേട്ടന് ഓപ്പോസിറ്റ് ഒത്തിരി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരാണ്ട് ചോദിച്ചു ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാമോ? അപ്പൊ സിദ്ദിഖ് പറയുന്നതിന് മുമ്പ് അടി വീഴില്ലേ, അപ്പൊ പിന്നെ ഇങ്ങനെ ഡയലോഗ് പറയുന്നതെന്നുള്ളത് അങ്ങനെ ഒരു അവസരം എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഫുൾ ലെങ്താണ്. നമ്മൾ ഒരിക്കലും പ്രത്യേകിച്ച് കോഡ് സീൻസിൽ ആ ഡയലോഗ്സ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും എന്റെ മനസ്സിൽ ഇത് മോഹൻലാൽ, ഇത് സിദ്ദിഖ് പറയുന്നു എന്നുള്ളതല്ല. വിജയമോഹൻ അതാണ്, രാജശേഖർ ഇതാണ്. എഴുതി എല്ലാം കഴിഞ്ഞ് വന്നപ്പോ നോക്കുമ്പോ രാജശേഖറാ ഈ 5 ഡയലോഗ്സും എല്ലാം പറയുന്നേ. തിരിച്ച് ഒരുപക്ഷെ അത് പുതിയ ആളായത് കൊണ്ടോ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന്. ഒരിക്കലും അങ്ങനെ ഒരു ബാഗേജ് ഇല്ലായിരുന്നു. ലാലേട്ടൻ ഇങ്ങനെ എത്രയും ഡയലോഗ്സ് വേണം, അദ്ദേഹമായിരിക്കണം, അതല്ല, വിജയമോഹന് വേണ്ടിയിട്ടാ. അതുകൊണ്ടാണ് വിജയമോഹനായിട്ട് അദ്ദേഹം നിന്നത്. ജിത്തു സാർ പറഞ്ഞോട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ക്യാരക്ടറാണ് നമ്മൾ, ക്യാരക്ടറൈസേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒരിക്കലും അല്ലാണ്ട് ഒരു ആക്ടർ പിടിച്ചിട്ടല്ല ഡയലോഗ് എഴുതേണ്ടത്. അങ്ങനെ തനിക്ക് തോന്നുന്ന എന്താണോ അത് എഴുതുന്നു. സിദ്ദിഖ് ഞെട്ടിച്ച ഒരു നിമിഷം ഓർക്കുന്നുണ്ടോ ഇപ്പൊ? സിദ്ദിഖ് കോഡ് ഡയലോഗ്സിലെ മൊത്തം ഞെട്ടിച്ച് തകർത്ത് കളഞ്ഞു. ഓരോ ഡയലോഗ് നമ്മൾ എഴുതി അത് പറയുമ്പോൾ സിദ്ദിഖ് എല്ലാം എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒരാഴ്ച മുമ്പ് നമ്മൾ ഷൂട്ട് കൊടുക്കുന്നതിനൊക്കെ 1-2 ആഴ്ച മുമ്പാണ് സിദ്ദിഖിയുടെ ഈ ക്യാരക്ടർ. ആദ്യം സിദ്ദിഖ് വേറൊരു ക്യാരക്ടറിലേക്കായിരുന്നു, പിന്നെയാണ് സിദ്ദിഖ് ഈ ക്യാരക്ടറിലേക്ക് വരുന്നത്. എനിക്ക് ചിന്തിക്കാൻ വയ്യ സിദ്ദിഖ് അല്ലാണ്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. എനിക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതില് നിങ്ങള് സിനിമ കണ്ടല്ലേ, അതിൽ ഓരോ ചോദ്യങ്ങളും അപ്പൊ ഇങ്ങനെ പറയുന്നു, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന, ഇങ്ങനെയാണെന്നും പറയുന്നു, ശരിയല്ലേ? ആ ശരിയല്ലേയുടെ മോഡുലേഷൻ മാറി ആ ചോദ്യം മാറി. ആ മോഡുലേഷൻ കാണാതെ പഠിച്ച് പറയുകയല്ല, അത് ഒരു ബ്രെയിനിൽ നിന്ന് വരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ഇതിന്റെ ഒരു 2 ആഴ്ച മുമ്പ് തന്നെ സ്ഥിതി കിട്ടി. ആ 2 ആഴ്ച മുമ്പാണ് കിട്ടുന്നത്. കുറെ ഡയലോഗ്സ് ഉണ്ട്, ഇവരാരും സ്ഥിരം യൂസ് ചെയ്യുന്ന വാക്കുകളല്ല. ഇംഗ്ലീഷ് എന്നുള്ളതിനുപരി സ്ഥിരം യൂസ് ചെയ്യുന്ന വാക്കുകളോ ഒന്നുമല്ല. ഈ വാക്കുകൾ ഇപ്പൊ എനിക്ക് ഞാൻ മറ്റേ ഉണ്ടാക്കിയതൊന്നുമല്ല. നമ്മൾ റിസർച്ച് ചെയ്തും പല കേസ് ലോസിലും പല വെറ്ററൻസ് ആയിട്ടുള്ള ജഡ്ജസ് ഉപയോഗിച്ചിരിക്കുന്നതും പല വക്കീലന്മാരും, പ്രഗത്ഭരായ വക്കീലന്മാര് ആ കേസുകൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്.
പിന്നെ കോഡ്സിലുള്ളതാണ്, നമ്മുടെ കോഡുകളിൽ ഉള്ളതാണ്, സെഷൻസിൽ ആ വകുപ്പുകളുടെ താഴെയുള്ള കമന്ററിയിലുള്ളതാണ്. സിദ്ദിഖിയെ പോലെ ഒരാള് അത് സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ടും പുള്ളി വന്നു നിന്നിട്ടുണ്ടല്ലോ, മോളെ ഇതൊക്കെ എങ്ങനെയാണോ എന്നോടൊന്ന് പറയണം കേട്ടോ. ഞാൻ പറഞ്ഞു സിദ്ദിഖ ഓക്കെ, ഞാനത് എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാനത് ഓഡിയോ ക്ലിപ്പിൽ ഇട്ട് കൊടുത്തു, ഇങ്ങനെയാണ്. പക്ഷെ അദ്ദേഹം വന്നു നിന്നിട്ട് മോളെ അത് എങ്ങനെയല്ലേ ഒന്ന് വായിച്ച്, ഞാനപ്പം വായിക്കും. ഇങ്ങനെയാണെന്ന് പറയുന്നു, ശരിയല്ലേ, അതെ. ഇങ്ങനെയാണെന്ന് പറയുന്നു, അത് ശരിയല്ലേ, ആ അതെ. ഇങ്ങനെ ഓരോ ചോദ്യവും ആ മോഡുലേഷനില ഒറ്റ തവണയും നമ്മൾ വായിച്ചു കൊടുക്കുന്നുണ്ട്. സ്ഥിരം പണി ചെയ്യുന്ന ആളല്ല, പക്ഷെ അദ്ദേഹം അവിടെ ആ കോടതിയിൽ വന്നു നിന്ന് എനിക്കറിയില്ല സമയം കൊണ്ട് പുള്ളി ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ, നമ്മളൊരു സീസണൽ ലോയർ എന്നൊന്ന് ചോദിക്കുന്ന പോലെ. അതുപോലെ വളരെ സീനിയർ ആയിട്ട് ഒരാൾ പലതരം എക്സാമിനേഷൻ ഉണ്ട്. ചില ലോയേഴ്സ് സിദ്ദിഖിയെ പോലെയാ, വളരെ പ്രഗത്ഭരായിട്ടുള്ള ലോയേഴ്സിന്റെ പേരെടുത്ത് പറയുന്നില്ല, ഒത്തിരി പേരുണ്ട്. പേടിപ്പിച്ച് വിരട്ടി ചോദിക്കും, നമ്മൾ അറിയാണ്ട് ഉത്തരം പറഞ്ഞു, പേടിച്ചിട്ടുണ്ട്. ചില ആൾക്കാരുണ്ട് നമ്മൾ പോലും അറിയാതെ ചിരിച്ച് നമ്മളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും. സിദ്ദിഖ് മറ്റേ രീതി, ആ രീതിയിലാണ് ഞാൻ കൺസീവ് ചെയ്തിരിക്കുന്നത്. അത് ഒരടി മാറാണ്ട് പ്രതീക്ഷിച്ചില്ല 5 ഇരട്ടി ചേർത്തിട്ടാ സിദ്ദിഖ് ഓരോ ഡയലോഗും. ഞാൻ അറിയാണ്ട് നിന്ന് ക്ലാപ്പ് ചെയ്തിട്ട് ഓരോന്ന് കഴിയുമ്പോൾ സിദ്ദിഖാന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ പലരും പറയും ഇവര് ഭയങ്കര കാഷ്വൽ ആയിട്ടെന്ന് പറഞ്ഞു, ഇവർ അങ്ങനെയാണ്. ഞാൻ ബേസിക്കലി എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളാണ്. ഓരോ സീൻ കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഈ വിജയമോഹനെ തകർക്കുന്ന ഡയലോഗ്സ് ഉറവുണ്ടല്ലോ, ലാലേട്ടനെ തകർക്കുന്ന ആളെ അങ്ങനെ കൺസീവ് ചെയ്താൽ നമുക്ക് പറ്റില്ല. ഞാൻ ഓടി ചെല്ലും, സിദ്ദിഖ നിങ്ങൾ പൊളിയാണ്, അയ്യോ ഞാൻ കയ്യൊന്ന് തന്നേന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോ സിദ്ദിഖയുടെ ഡയലോഗ്സിന് റിയാക്ട് ചെയ്തു. അതുപോലെ ഈ കോർട്ട് റൂമില് എക്സ്പ്രഷൻസിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം 4 ക്യാമറകൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. അത് സാറാണ് ശരിക്കും ഒരു ഉത്തരം പറയേണ്ടത്. എന്റെ അറിവിന്റെ ആ ഒരു പരിമിതിയിൽ നിന്നുള്ള ഞാൻ പറയുന്നുണ്ടായിരുന്നു. കാരണം ഇരിക്കുന്ന സിദ്ദിഖയ്ക്ക് പോലും അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ക്യാമറ അവിടെ 4 ക്യാം ആണെന്ന് എല്ലാവർക്കും അറിയാം. എവിടെയൊക്കെയാണ് ക്യാം നോക്കിയിട്ടല്ല ആരും ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയോ, ഈ കോർട്ട് റൂം ഡ്രാമയാണ്, ഒരു ഡ്രാമയാണ് നടക്കുന്നത്. അതിനകത്ത് ഒരാളോ രണ്ടാളോ അല്ല. ഡ്രാമ എന്ന് പറയുമ്പോൾ ജഡ്ജിന്റെ സ്റ്റാഫ്, പുറകിൽ നിൽക്കുന്ന ആൾക്കാർ, ഇവിടെ നിൽക്കുന്ന വക്കീൽ, പ്രോസിക്യൂട്ടർ, ഡിഫൻസ് വക്കീൽ, ഇവരുടെ കൂടെ ഇരിക്കുന്ന ജൂനിയേഴ്സ്, ഇരിക്കുന്ന ഓഡിയൻസ്, വിക്ടിം, പ്രതിയുടെ ഇത്രയും പേരാ. ഓരോ ഡയലോഗ് കേൾക്കുമ്പോഴും ഇപ്പൊ ഞാൻ പറയുന്ന ഡയലോഗ് നിങ്ങൾ 2 പേരെ കേൾക്കുന്നുള്ളൂ അല്ലെ, പക്ഷെ ഇവിടെ ഒരു 10 പേരിരുന്ന് ഞാൻ പറയുന്നു, പ്രിൻസി പറയുന്നു, ആരെ നോക്കും? അതിനിടയ്ക്ക് ജഡ്ജ് പറയുന്നു. അപ്പൊ ഈ ഇമോഷൻസ് ഒന്നും പിന്നെ റിയാക്ഷൻ ഒന്നേന്ന് എടുത്തു കഴിഞ്ഞാൽ അതല്ല, ആ ഡ്രാമ കറക്റ്റ് ആകില്ല. അതൊരു ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു മേക്കർ, അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് ആണ്. പിന്നെ ഇത് ഒരു സാധനം പോലും ചോരാണ്ടെടുത്ത സതീഷ് കുറുപ്പ് എന്ന സിനിമാറ്റോഗ്രാഫർ, DOP, ഇതിന്റെ DOP, അദ്ദേഹത്തിന്റെ മികവാണ്. അപ്പൊ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടറിന്റെ, കാരണം ഇതൊരു മേക്കറിന്റെ ഫിലിമാണ് ഈ സിനിമ. ഈ കോർട്ട് റൂം എന്ന് പറയുന്ന സാധനം ഇതൊന്നും ചോരാതെ എടുത്തെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് ആണ്. അതിന് സഹായിച്ചത് സതീഷ്. എല്ലാവരുടെയും കണ്ണിലേക്കാണ് ആ എക്സ്പ്രഷൻ. കാരണം ഇപ്പം ലാലേട്ടൻ്റെതാണെങ്കിലും ഒരാൾ വന്ന് പറയുമ്പോൾ പെട്ടെന്ന് ലാലേട്ടൻ ഞെട്ടുന്ന ഒരു സീൻ, മോഹൻലാൽ ഞെട്ടുന്ന ഒരു സീൻ ഉണ്ട്. അതുപോലും അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും. ഉണ്ട്, കാരണം നമ്മൾ എഴുതുമ്പോഴും നമ്മൾ എഴുതി വെക്കും. കാരണം ഇപ്പൊ സാക്ഷി ഇത് പറയുന്ന കേട്ട് ഞെട്ടുന്ന വിജയമോഹൻ പെട്ടെന്ന് ഞെട്ടി നോക്കുന്നു, അപ്പൊ അവിടുന്ന് അടുത്ത് ഇങ്ങനെ നമ്മൾ എഴുതി വെക്കുന്നതാണെന്ന് പറയുമെങ്കിൽ പോലും അവർ ആ സമയത്ത് കൊടുക്കുന്നത് എങ്ങനെയാണ് സാധിക്കും? ഈ നമ്മുടെ സിദ്ദിഖ പലതിൽ ഇങ്ങനെ ചരിഞ്ഞിരുന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ സിദ്ദിഖ ഒരു സമയത്ത് പൂർണിമ വരുമ്പോ പൂർണിമ ഉപദേശിക്കുന്നു. അതൊക്കെ അവരാ കോടതിക്കുള്ളിലായിരുന്നു. ഇതൊന്നും ആരും നമ്മൾ എഴുതി വെച്ചു, നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. സ്ഥിരം ചെയ്യുന്ന ഒരാൾക്ക് അല്ലാണ്ട് അത് അതുകൊണ്ടാണല്ലോ അവരെ ഈ ആക്ടേഴ്സ് എന്ന് പറയുന്നത് മഹാനടന്മാരല്ലേ. മലയാളത്തിൽ നല്ല എനിക്കറിയില്ല, ഇന്ത്യൻ സിനിമയിലൊക്കെ ഇവരെയൊക്കെ പകരം വയ്ക്കാൻ എത്ര പേരുണ്ടെന്ന് അറിയില്ല. വളരെ മലയാളത്തിൽ എനിക്ക് ഉറപ്പിച്ചു പറയാം, ഈ ക്യാരക്ടർ ഇങ്ങനെ ഒരു ഡയലോഗ് ഡെലിവറി, ഈ ഒരു എക്സ്പ്രഷനും ഇങ്ങനെ ഒരു സീസണലായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന വേറെ ആരും ഇല്ല. അതുപോലെ സാറ അതില് ഈ അനശ്വര ചെയ്ത കഥാപാത്രം പീഡിപ്പിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. അതില് തട്ടമിടാതെ നടന്നു പോകുന്ന ഒരു സീനുണ്ട്. അതങ്ങനെ തന്നെ വേണമെന്ന് തീരുമാനിക്കാനുള്ളൊരു കാരണം എന്താണ്? വ്യക്തി ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടത് കൊണ്ടാണോ അങ്ങനെ തന്നെ വേണം എന്ന്? ഏറ്റവും അവസാനത്തെ സീക്വൻസ് ആണ് അത്. ജിത്തു സാറാണ് ശരിക്കും പറഞ്ഞ വർക്ക് ചെയ്ത്. അല്ലാണ്ട് തന്നെ സാറയ്ക്ക് തട്ടൊന്നുമില്ല. ഞങ്ങളുടെ സാറയ്ക്ക് സാറ എന്ന് പറയുന്നത് സാധാരണ ഇത്തരം ഒരു ഇരയെ കൊണ്ടുവരുന്ന അത് നമ്മുടെ ട്രയൽ കാണിക്കുന്നതാണ്. കാരണം ഇൻ ക്യാമറയാണ്, പക്ഷെ കോടതിയിലേക്ക് വരുന്നത് അവിടെയാണ് നമ്മൾ നേരത്തെ കറേജ്, റെസിലിയൻസ്, ജസ്റ്റിസ്, കുട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. സാറ ഈസ് റെപ്രസെന്റിങ് ദ സൊസൈറ്റി, സാറ ഈസ് റെപ്രസെന്റിങ് ഗേൾസ്, സാറ ഈസ് റെപ്രസെന്റിങ് ഓൾ ദ വിമൻ. അപ്പൊ ആസ് എ പ്രൗഡ് വുമൻ നമ്മൾ സാറയുടെ കൂടെ നിൽക്കേണ്ടത്. എങ്ങനെ ആയിരിക്കണം
നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് ഒരു സമൂഹത്തിൽ നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ നമുക്ക് നേരെ ഒരു അനീതി, ഒരു അക്രമം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാ സൊസൈറ്റിയിൽ പേടിച്ചു മാറുന്നത്? ഒരു വ്യക്തിമായി ആ വ്യക്തിമിനെ മോശമായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്. വ്യക്തിമാണെന്നുള്ള പരിഗണന കൊടുക്കാതെ എഴുതുന്ന ആൾക്കാരുണ്ട് സമൂഹം. നമുക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ കാണുന്നത്, അല്ലേ? പക്ഷെ സൊസൈറ്റിയിൽ എല്ലാവരും അങ്ങനെയല്ല. വെറും 4-5 പേരേ ഉള്ളൂ. മറ്റു സമൂഹം നല്ലതാണ്. പക്ഷെ ഈ 5 പേര് ഉണ്ടാക്കുന്ന പ്രശ്നം കാരണമാണ് ഈ മുഖം മൂടി നടക്കേണ്ടി വരുന്നത്, പേടി തോന്നുന്നത്, തെറ്റുകാരിയാണെന്ന് സ്വയം തോന്നുന്നത്, ഞാൻ ഒന്നും ചെയ്തില്ല എന്നാലും എന്നെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ മടിക്കുന്നത്, ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ മടിക്കുന്നത്. എന്തിനാ? ഷീ ഈസ് റെപ്രസെന്റിങ് ട്രൂത്ത്. സത്യത്തെ, നേരിന്റെ നീതിയാണ് സാറ് റെപ്രസെന്റ് ചെയ്യുന്നത്. സത്യസന്ധമായി നടക്കുന്ന ആർക്കും ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ പറയുന്നത്, അറിയപ്പെടുന്നതും സൂപ്പർ സ്റ്റാറുകളുടെ വക്കീൽ എന്നാണ്. ആദ്യം മമ്മൂട്ടിയിൽ തുടങ്ങി മോഹൻലാല്, വിജയ്, അങ്ങനെ എത്തി നിൽക്കുകയാണ് ആ ഒരു ക്യാരക്ടർ. അപ്പൊ മമ്മൂട്ടിയുടെ ആദ്യം ഒരു വക്കീലായി വരുന്നുണ്ട് ഗാനഗന്ധർവ് എന്നുള്ള സിനിമയില്. അതില് മമ്മൂട്ടി ഓൾറെഡി വക്കീല് കൂടിയാണ്. അപ്പൊ വക്കീലായ ഒരാളുടെ വക്കീലായിട്ടാണ് ഇത് വരുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് ശരിക്കും ഈ വക്കീലായിട്ടുള്ള ഒരാളുടെ വക്കീലാണെന്നുള്ള കാര്യം ഞാൻ ആദ്യം തലേന്ന് വിട്ടുപോയി. അത് ഒരു തരത്തിൽ വളരെ ഉപയോഗപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നിങ്ങനെ ഏതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നൊക്കെ പറഞ്ഞ് ആ ഒരു മമ്മൂക്കയല്ലേ പുറത്തേക്ക് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് മമ്മൂക്കയുടെ വക്കീലായിരുന്നു. അപ്പൊ ഇച്ചിരി സ്റ്റൈലൊക്കെ ഇരുന്നോട്ടെ, നന്ദഗോപാൽ മാരാറിന്റെ ആരാധികയാണ് ഞാൻ പേഴ്സണലി. അപ്പം ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് മമ്മൂക്ക നീ വരൂ, അതെ ഈ സിനിമയിൽ ഒരു ജൂനിയർ വക്കീല, അധികം കേസൊന്നുമില്ല, ഒരു കേസ് തന്നതാ, എന്റെ ഫ്രണ്ടിന്റെ മകളായതുകൊണ്ട് ഒരു കേസ് തന്നതാ, അപ്പൊ ആ രീതിയിൽ മതി. പെട്ടെന്ന് എന്റെ ഭഗവാനെ പുള്ളി ഓക്കെ മമ്മൂക്ക വക്കീലെന്ന്. പിന്നെ അവിടെ തൊട്ട് മാത്രമല്ല, മമ്മൂക്കായിട്ടുള്ള ഓരോ കോൺവെർസേഷൻ എനിക്കിപ്പോഴും, ഞാൻ മമ്മൂക്ക എപ്പോ കണ്ടാലും കേസിന്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഭയങ്കര അപ്ഡേറ്റഡാ ഈ നടക്കുന്ന കേസുകളെ കുറിച്ച്, അതിന്റെ വേർഡിക്റ്റിനെ കുറിച്ച്. മൊബൈലിലൊക്കെ ഈ പറഞ്ഞ എല്ലാ ആപ്സും ഉണ്ട്. പുള്ളി ഈ സുപ്രീം കോടതിയിലെ പ്രൊസീഡിങ്സ് ഉൾപ്പെടെ ലൈവായിട്ട് കാണുന്ന ആളാ VC-യില്. മനസ്സിലായോ? അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ നമ്മൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ പുള്ളിയുടെ അടുത്തൊന്നും ചുമ്മായൊന്നും ഒന്നും പറയാൻ പറ്റില്ല. വ്യക്തമായി ഏത് സെക്ഷൻ ആണെന്നും ഏത് പ്രൊസീഡിങ് ആണെന്നും എന്താ നടക്കുന്നതെന്നും എങ്ങനെയാ വാദിക്കേണ്ടതെന്നൊക്കെ നല്ല വൃത്തിയായിട്ട് എത്ര വർഷമായി ആ പ്രൊഫഷനിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ്. ഭയങ്കര അപ്ഡേറ്റഡാ. അത് വേറൊരു ഈ പറഞ്ഞ പോലെ ദൈവത്തിന്റെ മറ്റൊരു ജന്മമോ കയ്യപ്പോ ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ലിയോയിലേക്ക് എത്തുന്നത് പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിയോയിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്ത് എന്തോ കാലൊടിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോഴാണ് ലിയോയില് വിളി വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഒരു വിജയ് ആരാധകയാണ്. അപ്പൊ കാലൊടിഞ്ഞ് കിടക്കുന്ന കാല സർജറി ആയിരുന്നു. ലെഫ്റ്റ് നീക്ക് ACL സർജറി. പോകാൻ പറ്റുമോ ഇല്ലയോ അങ്ങനെ ഒരു സംശയത്തിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. എന്റെ സർജറിയുടെ തൊട്ട് തലേ ദിവസം എനിക്ക് കൂടുതൽ അല്ല സർജറിക്ക് കയറുമ്പോ അന്ന് രാവിലെ തിയേറ്ററിലേക്ക് കയറ്റുമ്പോഴാണ് എനിക്ക് ആ കോള് വരുന്നത്. ആ മൊബൈൽ ഞാൻ എപ്പോഴും ആലോചിക്കാം, ആ മൊബൈൽ അപ്പൊ എടുത്തില്ലായിരുന്നെങ്കിലോ. കാരണം അവർക്ക് ഒരു ഓപ്ഷൻ പെട്ടെന്ന് അവർ നോക്കിയപ്പോ ഒക്കെ ഒരു വക്കീലിനെ വേണം. അപ്പൊ ജോർജ് കുട്ടിയുടെ വക്കീല് ആ ഒരു ഫെയിം ഉണ്ട് ആ സമയത്ത് എന്ന വക്കീലാണ്. അപ്പൊ അവർക്ക് കഥാപാത്രം ഏൽപ്പിക്കും, ബിഹേവ് ചെയ്തോളും എന്നുള്ളതായിരിക്കും. പിന്നെ ആ സിനിമയിലാണെങ്കിൽ കണ്ടാലും അങ്ങനെ ഒരു വലിയൊരു പെർഫോമൻസ് ഒന്നുമില്ല, ഒരു പേര് അത്ര, ആ ഒരു പേരിന് ഒരു വക്കീലെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് വിജയുടെ വക്കീല. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ എന്റെ കാലിന് ഇങ്ങനെയാണ്, എനിക്ക് സർജറിയാണ്, ഞാൻ തിയേറ്ററിൽ കയറാം, എനിക്കറിയില്ല. അപ്പൊ ഡോക്ടർ പെട്ടെന്ന് ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അകത്താ തിയേറ്ററിൽ പോയിട്ട് ഞാൻ ചോദിച്ചു, ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഒരു കോള് വന്നു, വിജയുടെ സിനിമയാണ് ഡോക്ടർ എനിക്ക് ചെയ്യുന്നത്, എപ്പോഴാണ് സിനിമ? ഞാൻ പറഞ്ഞു അവർ പറഞ്ഞത് ഇന്ന ഡേറ്റാ, ഒരു കുഴപ്പമില്ല, ഇപ്പൊ നാളെ ഞാൻ തിരിച്ചു വിടും. രാജഗിരിയിലാണ് ഞാൻ ചെയ്തത്. ഡോക്ടർ മുരുകൻ ഭയങ്കര നല്ലൊരു ഡോക്ടർ, എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റും ഉണ്ട്, ഡോക്ടർ സുഹാസ്. ഇവരുടെ രണ്ടുപേരുടെയും കോൺഫിഡൻസിലാണ് ഞാൻ പറഞ്ഞു. പിന്നെ എന്താ ഞാൻ ചെയ്യാം, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ അദ്ദേഹം സംവിധായകനോട് ലോകേഷ് കനകരാജ് സാറിനോടൊന്ന് പറഞ്ഞേക്കണം. കാരണം നാളെ എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് പറഞ്ഞില്ല എന്ന് വേണ്ടല്ലോ, നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സത്യം പറയാണ്ടിരിക്കാൻ പറ്റുമോ? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് റിക്കവറി ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് പെട്ടെന്ന് എണീറ്റ് വരണം. റാമിന്റെ ഇടയ്ക്ക് പറ്റിയൊരു ആക്സിഡന്റ് ആണ്, റാമിന്റെ ഷൂട്ടിന്റെ അവസാന ദിവസം പറ്റുന്ന ഒരു ആക്സിഡന്റ് ആണ്. പക്ഷെ അത് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയി. എനിക്ക് പെട്ടെന്ന് എണീക്കണം. അപ്പോൾ ഒരു മാസമൊക്കെ ആയിരുന്നു അതിന്റെ ഒരു ഡ്യൂറേഷൻ റിക്കവറി. ആ സമയത്താണ് ഈ നേരിന്റെ ഞാനിരുന്ന് എഴുതാനുള്ള ഒരു കറക്റ്റ് ഒരു 1 month എനിക്ക് കിട്ടി. പക്ഷെ ആ ലിയോയില് ആ കോർട്ട് റൂമിൽ അവിടെ വെച്ച് ലോകേഷ് കനകരാജിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു എന്ന് കേട്ടല്ലോ, അതെന്തായിരുന്നു സംഭവം? അതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ ഭാഗ്യമാണ്. അത് അദ്ദേഹം ഈ പറഞ്ഞ വക്കീലാണെന്ന് അറിയാം, കോടതി സെറ്റ് ഇട്ടിട്ടുണ്ട്, വലിയ കോടതി കേട്ടോ, വലിയ കോടതി, കുറെ ആൾക്കാരുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെയൊക്കെ തന്നെയാണ്, അപ്പൊ ഇങ്ങനെ ആ ഇടുന്ന പോഡിയം ഇങ്ങനെയാണ്, ജഡ്ജ് ഇരിക്കുന്ന ആ സീറ്റ്, അതിന്റെ ഒരു ബെഞ്ച് ഇവരുടെ, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇങ്ങനെയാ വരുന്നത്, അപ്പൊ എപ്പോഴാ അത് എണീക്കേണ്ടത്, ആരാദ്യം ആർഗ്യൂ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ കോഡ് സീക്വൻസ് എന്നെ ഒന്ന് സഹായിക്കോ? അയ്യോ ധൈര്യമായിട്ട്. കാരണം ഈ പറഞ്ഞ പോലെ
റാമില് ജിത്തു സാറിനെ ആ കോഡ് സീക്വൻസിൽ അങ്ങനെ സഹായിച്ചാണ് ദൃശ്യത്തില് കിട്ടുന്നത്. ചെറിയ എഴുത്തും വക്കീലും ആ സീക്വൻസിൽ ഞാൻ അസിസ്റ്റ് ചെയ്യണേ. അപ്പം ഈ മലയാളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് രണ്ടുപേരെ അങ്ങനെ എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയില്ലേ. ഒരു ദിവസവും 2 ദിവസമെങ്കിലും അത്രയും. ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമ, ലോക സിനിമ അറിയുന്ന ഒരു ഡയറക്ടർ, ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, അത് വലിയ ഭാഗ്യമായിരുന്നു. അപ്പൊ അവസരം നന്നായി മുതലാക്കി. വിജയ് സാറും അത് കണ്ടിരുന്നു, ഈ അസിസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ. പിന്നെ അപ്പൊ ലോകേഷ് സാർ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞത്, നിങ്ങള് എന്നെ ഫുള്ളാ എന്നെ ഹെൽപ്പ് പണി, എന്നെ അസിസ്റ്റ് പണി. വിജയ് സാർ ഞാൻ കണ്ടല്ലോ, ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞു. സന്തോഷമല്ലേ അതൊക്കെ. ഞാനത് അയ്യോ അങ്ങനെയൊന്നും പറയുന്നത് ഇല്ല, സത്യമായിട്ടും അങ്ങനെ തന്നെയാണ് എന്ന് പറയും. ഒരു ആരാധിക ആയതുകൊണ്ട് തന്നെ ആ സെറ്റിൽ നിന്ന് ഫൈറ്റ് ഒക്കെ കണ്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷന്റെ ഒരു സീക്വൻസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് കാണുമ്പോ തന്നെ നമുക്ക് വിജയ് സാർ ഇങ്ങനെ കഴുത്തിൽ തൂക്കി ഇങ്ങനെ എടുക്കുകയാണ്. നമ്മളങ്ങനെ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ. കഴുത്തിൽ തൂക്കി ഇങ്ങനെ എയറിൽ നിർത്തുന്ന ഒരു സംഭവം, കഴുത്തിൽ തൂക്കി അയാളെ ഇങ്ങനെ എടുത്ത് നിർത്തുമ്പോൾ സാധാരണ ഒരു മനുഷ്യനെ ഇങ്ങനെ നിർത്തുമ്പോൾ നമുക്ക് എന്താ യഥാർത്ഥത്തിൽ എപ്പോ റിയാക്ട് ചെയ്യേണ്ട അയ്യോ എന്നാണ്. പക്ഷെ നമ്മള് ആരാധികയുടെ മൊമെന്റിൽ അപ്പ അങ്ങനെയല്ല, മനസ്സിലങ്ങനെയാണ്. പക്ഷെ അത് കാണിക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ വെച്ചു 2-3 ടേക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും കൂടെയൊക്കെ നിന്ന് കാണായിരുന്നു. 2 ടേക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്തത് വക്കീലാണെന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കുമല്ലോ ലോകേഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുക. അല്ല, ആദ്യം ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. തൃഷ മാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തൃഷ മാമിനെ എനിക്ക് റാമിൽ വർക്ക് ചെയ്ത് അറിയാം. പിന്നെ ഞാൻ അവിടെ പോകുമ്പോൾ ജിത്തു സാറിന്റെ വൈഫ് ലിൻഡ ചേച്ചിയുണ്ട്, ചേച്ചീനെ നന്നായിട്ട് അറിയാം അവർക്ക്. അപ്പൊ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ പോയിട്ട്, കാരണം എനിക്ക് ഈ കാലം വയ്യ, അപ്പൊ ചേച്ചി കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെ കറങ്ങണം ഒരാഴ്ച. ഞങ്ങൾ കാശ്മീർ പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യും, ഞാനും ചേച്ചിയും കൂടെ. ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാവരും ട്രാവൽ ചെയ്യും, ഞാനും ചേച്ചി ഒറ്റയ്ക്കും ട്രാവൽ ചെയ്യും. അപ്പോൾ ഞങ്ങള് ഈ ഒരു എന്റെ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ട്രാവലും കൂടെ ആയിരുന്നു. അപ്പോൾ തൃഷ മാമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന. ഇത് വന്നിട്ട് ജിത്തു സാറുടെ വൈഫ്, ഇത് വന്നിട്ട് ഇന്ന് ദൃശ്യം മൂവിയിലെ ലോയർ. അപ്പൊ എന്നെ വിളിക്കുന്ന രാംകുമാറാണ്, പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പൊ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ പറഞ്ഞു ഇവര് നിജമാ ലോയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ അവര് ഭയങ്കര അപ്പടിയാ നിജമാ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ. പിന്നെ വിജയ് സാറും കേസിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നു, നമ്മുടെ ഇവിടുത്തെ കേസ്, ക്രൈമിന്റെ കാര്യങ്ങള്, ഫീസിന്റെ കാര്യം, നിങ്ങൾ എങ്ങനെയാ അത് കോടതിയിൽ ഫീസ്, ഞാൻ ഒരു വക്കീലിന്റെ ഫീസ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ. ഓക്കെ ഓക്കെ. അതുപോലെ ദൃശ്യത്തില് ഇപ്പൊ പറയുമ്പോ എല്ലാവർക്കും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ദൃശ്യത്തിലെ ആ വക്കീല് എന്ന് പെട്ടെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരൊറ്റ സീനായിരുന്നു, ഞെട്ടി വാവളന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഒരു സീന്. പക്ഷെ അത് ശരിക്കും കംഫർട്ട് ആയിരുന്നില്ല ആ സമയത്ത് എന്ന് കേട്ടല്ലോ. കാരണം നമ്മൾ ഇപ്പൊ ഒരു ടേക്ക് പറഞ്ഞു, നമ്മൾ ആക്ഷൻ പറഞ്ഞു, നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അത് ഒത്തിരി കൂടിപ്പോയി എന്ന് തോന്നി. കാരണം ഞാൻ അങ്ങനെ ഇത്രയും ആശ്ചര്യപ്പെടാനായിട്ട് വന്നതല്ല, ഇത്രയും ഭയങ്കര എക്സാജറേഷൻ, ഭയങ്കര ആയിപ്പോയില്ലേന്ന് തോന്നി. പക്ഷെ സാറ് പറഞ്ഞല്ല, അത് ഓക്കെയാണ്, ഡയറക്ടറാണ് സാർ എന്ന് പറയുന്ന ഡയറക്ടർ. ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് അതിനകത്ത് പിന്നെ കറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, സാറിന് വിശ്വസിച്ച് നിൽക്കും. ഇപ്പൊ നേരിലും അതെ, നേരിലിപ്പം നമ്മള് നേരിന്നല്ല, ഏതൊരു സിനിമയിലും നമ്മൾ ചെയ്യുന്ന ഒരു പോർഷൻ ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത് അത് മതിയോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ അത് എനിക്കതൊരു അനുഗ്രഹമായി. അതെ, അതിലൂടെ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. അതുപോലെ അതിലെ ആളുകൾ ചോദിക്കുന്നുണ്ട് നേരിനെ കുറിച്ച്, പെട്ടെന്ന് തെളിവുകൾ ഹാജരാക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് തെളിവുകൾ ഹാജരാക്കുമോ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു പലരും കമന്റ് ഒക്കെ. എവിടെ ഹാജരാക്കുമെന്നാണ്? ഈ കോടതിയിൽ പെട്ടെന്ന് തെളിവ് കൊടുക്കുന്നുണ്ടല്ലോ, ഓടി വന്നിട്ട് പെട്ടെന്ന് ഇലക്ട്രോണിക് എവിഡൻസ് ആണ് 65B ഒക്കെ ഇടയില്. ഇതിന്റെ ബേസിക് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പൊ എന്റെ കയ്യിൽ സ്ക്രിപ്റ്റ് ഇല്ല, സിനിമയൊക്കെ കഴിയട്ടെ, മറ്റൊരു അവസരം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. എഴുതി കൂട്ടിയ പേജുകൾക്ക് കണക്കില്ല. ഇവിടെ എന്റെ ഓഫീസിലിരിക്കുന്ന എത്രയോ 100 കണക്കിന് പേജസ് ആയിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. ഈ പ്രൊസീജിയർ എല്ലാം ഇപ്പൊ ഇത് കൊടുക്കുന്നു, അവര് 2 ദിവസം സമയം ചോദിക്കുന്നു, പിറ്റേന്ന് വന്ന് അതിന്റെ ഒബ്ജക്ഷൻ കേട്ട് ആർഗ്യൂ ചെയ്യുന്നു. സിനിമ തീരണ്ടേ 2.5 മണിക്കൂറിൽ? ഇത് 4 പാർട്ടായിട്ട് ഇറക്കാൻ പറ്റില്ലല്ലോ നമുക്ക്, അല്ലെ? 2 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ 20 മിനിറ്റ് അല്ലെങ്കിൽ 2.5 മണിക്കൂറിൽ തീരണം എന്ന് പറയുമ്പോൾ ഈ പ്രൊസീജിയർ അതുപോലെ കാണിക്കാൻ പറ്റും. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന എന്താ, ഒരു ഇലക്ട്രോണിക് എവിഡൻസ് ഹാജരാക്കുമ്പോൾ അതിനകത്ത് 65B സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. അതൊരു പുതിയ അറിവാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച്, അല്ലെ? ഇത് ചുമ്മാ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ, അല്ലെ? പിന്നെ മറ്റൊരു കാര്യം ഞാൻ കേട്ടു, എന്താണ് ഈ പ്രോസിക്യൂഷൻ ആദ്യം ഒരു കേസ് നടക്കുമ്പോൾ ആദ്യം പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ വിക്ടിമിന്, ഇപ്പൊ എനിക്ക് നേരെയാണ് അതിക്രമം നടക്കുന്നതെങ്കിൽ എനിക്ക് വേണ്ടി ഗവൺമെന്റ് വക്കീലുണ്ടാകും. ഗവൺമെന്റ് വക്കീലിൽ എനിക്ക് സംതൃപ്തി ഇല്ലെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ എനിക്ക് ഒരാളെ വെക്കാം, അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെക്കാവുന്നതാണ്. ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അതിന്റെ പ്രൊസീജിയറും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാണുന്നവർക്കേ നാളെ ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് എടുത്ത് നോക്കാം. അത് കഴിയുമ്പോൾ പ്രോസിക്യൂഷന്റെ വാദം തുടങ്ങും. പ്രോസിക്യൂഷന്റെ എവിഡൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡിഫൻസിന്റെ തുടങ്ങും. ഡിഫൻസ് വാദിക്കുന്നതിനിടയിൽ വീണ്ടും പ്രോസിക്യൂഷൻ വിജയമോഹൻ കൊണ്ട് ഓരോന്ന് കഴിച്ച് അത് നടക്കോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ അത് നടക്കോ ഇല്ലയോ എന്നുണ്ടെങ്കിൽ 165 എവിഡൻസ് ആക്ടും ഈ 311 CRPCയും കൂടെ
കമ്പൈൻ ചെയ്ത് വായിക്കണം. മനസ്സിലായി? ഇപ്പൊ ഇത് കേട്ടിട്ട് പലരും നാളെ എഴുതും ഇവരെവിടുത്തതാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അതിന് ഞാൻ അപ്പൊ മറുപടി കൊടുത്തോളാം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് കോടതിയിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ട്രയൽ ലോയർക്കോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കാണുന്ന ന്യായാധിപനോ ഇതിൽ വലിയ കല്ലുകടി തോന്നില്ല. സിനിമാറ്റിക് ആകേണ്ടടുത്ത് മാത്രമാണ് സിനിമാറ്റിക് ആയിരിക്കുന്നത്. ഞാൻ ഈ പ്രൊസീജിയർ എല്ലാം കൂടെ എടുത്തു കഴിച്ചു. വക്കീലമാരൊക്കെ സന്തോഷിച്ചു. ആഹാ, ഗംഭീരം. ഇത് സാധാരണ ഒരു പ്രേക്ഷകന് ഇഷ്ടപ്പെടണ്ടേ? അവരെങ്ങനെ വന്നിരുന്നത് കാണും? ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് വലിയൊരു ടാസ്ക്കാണ്. ഇപ്പൊ ഈ കാണുന്ന സിനിമ പ്രേക്ഷകനെ 2.5 മണിക്കൂർ ആദ്യം മുതൽ പിടിച്ചിരുത്തി കോടതിയിൽ കാണുന്ന ഈ പ്രൊസീജിയർ ഉൾപ്പെടെ അവർക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടോ, ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ്, ഇന്ന സെക്ഷൻ ഇന്ന വകുപ്പ് പ്രകാരമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു ഐഡിയ ഉണ്ട് അവർക്ക്, ഇല്ലേ? കണ്ട് നിങ്ങൾക്കില്ലേ ഒരു ട്രയൽ എങ്ങനെ നടത്തേണ്ടെന്ന് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇത്രയും മതി, ഒരു ബേസിക് ഒരു നോളജ് മതി നമുക്ക്. ഇങ്ങനെയാണ് ഞാൻ എന്നും കണ്ടെന്ന്. ഞാൻ നമ്മുടെ മാത്യു കുഴൽനാടൻ MLA പുള്ളിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു അഗതി മന്ദിരത്തിലെ 100 അമ്മമാര് വന്ന് അവർക്ക് കൊച്ചിയൊക്കെ ഒന്ന് ചുറ്റിക്കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ വൈഫ് എല്ലാവരും കൂടെ ഓർഗനൈസ് ചെയ്തൊരു പരിപാടി നല്ലതായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ നേരിന്റെ സക്സസിന്റെ സന്തോഷത്തിലും നിറവിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ നിൽക്കുമ്പോൾ ഒരു നന്മ എന്നുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത്. കാരണം ഈ 100 അമ്മമാരാകുന്നതിൽ അവരെ കൊണ്ടുവന്നിട്ട് അവരെ ഭയങ്കര നല്ലൊരു പ്രവൃത്തിയാണ്. അവർക്ക് എറണാകുളം മൊത്തം, കൊച്ചിയിൽ അവരെ ബോൾഗാട്ടി കൊണ്ടുപോയി ബോട്ടിങ്, ലുലു ചുറ്റി കാണിച്ചു. അവർക്കൊരു സിനിമയും കാണി. ഇതാണ് അവരുടെ ആഗ്രഹം. അപ്പൊ ഇവരത് ഓർഗനൈസ് ചെയ്യുക ഈ പരിപാടി. എന്നിട്ട് ലുലുവിൽ അവർ PVR വന്നു. അവിടെ ഇരുന്ന് സിനിമ കണ്ട് കഴിയുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുക. ഇറങ്ങിയ ഉടനെ അവര് കണ്ണ് നിറഞ്ഞ് ഇറങ്ങുന്നത് ഈ 100 അമ്മമാർ. അവര് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ജാതി മത ഭേദമന്യേ ഓരോ അമ്മമാരെ എനിക്ക് കാണാൻ പറ്റും. അവര് കണ്ണ് നിറഞ്ഞിറങ്ങുക. അവർക്ക് ഒരു പറഞ്ഞു, അയ്യോ ഞങ്ങളെ കണ്ണ് നിറഞ്ഞു, എന്തോരം നല്ല സിനിമ, ഇങ്ങനെ ഒരു സിനിമ ആവശ്യമായിരുന്നു. അപ്പൊ ഞാനിപ്പോ എഴുതിയത് കൊണ്ടോ ജിത്തു സാർ മേക്ക് ചെയ്തോണ്ടോ ഞാൻ co-writer ആയിട്ട് വന്നു, അതൊന്നും അല്ല. പ്രേക്ഷക നിങ്ങൾക്ക് തോന്നിയില്ലേ? നമ്മൾ ഒരിക്കൽ കണ്ട വീട്ടിലെ എല്ലാരെയും കൊണ്ടുപോയി നമുക്ക് കാണിക്കാൻ ഇതൊരു വലിയൊരു സിനിമ, ഇത് ഭയങ്കര സംഭവമാണെന്നൊന്നും അല്ല അവകാശപ്പെടുന്നത്. ഇതൊരു സാധാ സ്ക്രിപ്റ്റിൽ നിന്നും, ഒരു വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിൽ നിന്നും ഉണ്ടായതാണ്. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ സിനിമയെ ജനങ്ങൾ ഏറ്റെടുത്തെങ്കിൽ അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. എവിടെയൊക്കെയോ ആർക്കൊക്കെയോ കണക്ട് ആകാൻ പറ്റും. പലപ്പോഴും കോടതി കയറിയിട്ടുള്ള ആൾക്കാർക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങളായിരിക്കാം, കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അവർ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടായിരിക്കും. അതുപോലെ ഇതിനിടയിൽ പെട്ടെന്ന് റിലീസിന് തൊട്ട് ദിവസം മുമ്പായിരുന്നു തിരക്കഥ മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞൊരു ആരോപണം ഉണ്ടായത്. ഇത് എൻ്റെ അടുത്ത് വാങ്ങിച്ച് പോയതാണ്, അങ്ങനെ അവര് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ അടുത്ത് വാങ്ങിച്ചത് എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിനോട് എന്താണ് തോന്നിയത്? വായിച്ചില്ലേ അത്? ഈ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം, ഈ പറഞ്ഞ ആളില്ലേ, അദ്ദേഹം കോടതിയിൽ ഒരു 49 പേജുള്ള അദ്ദേഹം എഴുതിയെന്നും അവകാശപ്പെടുന്ന സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇറങ്ങി. വായിച്ചായിരുന്നു അത്? അങ്ങനെയുണ്ട് കഥ. കഥയും നേര് കണ്ട ആൾക്കാരും നേരെന്താണെന്ന് തിരിച്ചറിയും. ട്രെയിലർ ഇറങ്ങിയിട്ട് എത്ര നാളായി? സിനിമയുടെ റിലീസിന്റെ തൊട്ട് തലേന്ന് കൊടുക്കുന്നു എന്നും പറഞ്ഞു കൊണ്ട് കോടതിയിൽ ഒരു സാധനം കൊടുക്കുമ്പോൾ അതിന്റെ ബോണഫൈഡ് എന്താ, വിശ്വാസ്യത എന്താ, അല്ലെ? പ്രത്യേകിച്ച് ഇതിൽ ഇയാൾ എന്റെ ഫോട്ടോയൊക്കെ ഹാജരാക്കിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ശരിക്കും? അവര് ഒന്നിച്ചൊരു ഫോട്ടോ എടുത്തിരുന്നോ നിങ്ങൾ? ഞങ്ങൾ ഇത് അറിഞ്ഞില്ല. ഞങ്ങള് വേളാങ്കണ്ണിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് അറിയുന്നത്. ഒരു വക്കീല് കൊടുത്തു. അപ്പൊ ആ വക്കീലിന്റെ പേര് കണ്ടപ്പോ നമ്മൾ പറഞ്ഞു അത് ചുമ്മാതെ ആയിരിക്കും, ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ, നമ്മൾ വേറൊരു സിനിമ കാണാൻ പറയാം. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. വേറൊരാൾ കഥ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ നമ്മൾ അപ്പോഴും വിചാരിച്ചു ഈ സാധാരണ സിനിമകളിൽ ഇങ്ങനെ തലേ ദിവസം കൊണ്ടു കൊടുക്കും, അപ്പൊ ചിലപ്പോൾ ഒരു സെറ്റിൽമെന്റ് വരും, കുറച്ച് പൈസ തട്ടാനുള്ള ആരെങ്കിലും ആയിരിക്കും, ഡമ്മി ആക്കി കൊടുക്കുന്നതായിരിക്കും, അങ്ങനൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഫോട്ടോ ഉണ്ട്. ഞാൻ പെട്ടെന്ന് സാറേ ഈ ഫോട്ടോ ഇത് നമ്മൾ മറ്റേ മാരിയറ്റിൽ വെച്ച് ഇയാളെ കണ്ടിരുന്നു, സാർ ഓർക്കുന്നുണ്ടോ? സാറ് പെട്ടെന്ന് ഞങ്ങൾ വണ്ടി നിർത്തി, ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക, വേളാങ്കണ്ണി എത്താറായി. അതായത് വേളാങ്കണ്ണിയുടെ കോമ്പൗണ്ട് കയറി നമ്മള്. അതാ പറഞ്ഞു. പെട്ടെന്ന് ഇടോ ഇത് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ശരിയാ. കാരണം ഏതോ ഒരു ഒറിജിനൽ എന്റെ ഒരു ലൈഫ് സ്റ്റോറി ഉണ്ട്. ലൈഫ് സ്റ്റോറി എനിക്ക് സിനിമയാക്കണം. പുള്ളിയുടെ ഒരു ഫാമിലി ഇഷ്യൂ, ഒരു കുട്ടി അന്വേഷിച്ചു പോകുന്ന അച്ഛന്റെ കഥ എന്നാണ് ത്രെഡ്. അപ്പം സാർ പറഞ്ഞിട്ടോ അത് കേട്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ അയാൾ പറയുന്ന കാര്യങ്ങൾ എനിക്കത് അപ്പം ഞാനപ്പോൾ അത് ഇയാൾ കേസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഞാൻ സാർ ഒരു കാര്യം ചെയ്യാം, ലൈഫ് സ്റ്റോറി അല്ലേ, ഇയാളുടെ ജഡ്ജ്മെന്റ് വന്നു, ആ ജഡ്ജ്മെന്റ് ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സാർ ആ ജഡ്ജ്മെന്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞാൻ ഇന്ന ഡോക്യുമെന്റ്സ് കൊണ്ടുവരാൻ പറയും സാറേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ കോടതിയൊക്കെ കഴിഞ്ഞ ദിവസമായിട്ട് ഞാൻ സാറിനോട് പരിചയപ്പെടുന്ന സമയം, അന്ന് ഈ റൈറ്റിങ്ങിന്റെ കാര്യങ്ങളൊന്നും തലയിലില്ല. അവൾ മാരിയറ്റിൽ, കാരണം ഞാൻ ഇവിടെ താമസിക്കുന്നത്, എന്റെ വീടിന്റെ അടുത്ത മാരിയറ്റ് എനിക്ക് സൗകര്യമാക്കാം. ഞാൻ സാറേ മാരിയറ്റ് ആണെങ്കിൽ എനിക്ക് സൗകര്യമായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി
ആ താഴെ കോഫി ഷോപ്പിലിരുന്ന്. അപ്പൊ ഇയാളും ഒരു സ്ത്രീയും കൂടെയാണ് വരുന്നത്. ഇയാളുടെ ഭാര്യയൊന്നുമില്ല, വേറെ ഏതോ ഒരു സ്ത്രീയാണ്. ഇയാളുടെ ഫ്രണ്ട് ആണെന്ന് കണ്ട് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. ഫ്രണ്ടോ പാർട്ട്ണറോ ആരോ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ആ ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്? ഉണ്ട്. ഞാനന്ന് ലീഗൽ ഒപ്പീനിയൻ കൊടുക്കാനാണ് എന്റെ ജോലി ചെയ്തത്. ഞാൻ ജിത്തു സാറിന്റെ ബെഡ് ടൈം എന്ന് പറയുന്ന സ്റ്റോറി, അവരുടെ പ്രൊഡക്ഷന്റെ ലീഗൽ ഓഫീസർ ഞാനാണ്. സാറിന്റെ എല്ലാ സിനിമകളുടെയും ഈ പറയുന്ന ഹിന്ദി ആണെങ്കിലും തെലുങ്ക്, തമിഴ്, അതിന്റെ എല്ലാ എഗ്രിമെന്റ്സ്, സോണി, അതെല്ലാം ലീഗലി ഞാനാ ചെയ്യുന്നത്. മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുന്നതൊക്കെ ഞാനാ. അപ്പൊ എന്നെല്ലാം ചാർജും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ലീഗൽ ഒപ്പീനിയൻ ഞാൻ പോകുന്നു. അപ്പൊ വെരിഫൈ ചെയ്യാം. ആ ഫോട്ടോയിലുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അദ്ദേഹം അവകാശപ്പെടുന്ന 49 പേജുള്ള സ്ക്രിപ്റ്റ് ഏൽപ്പിച്ചു എന്നാ. സ്റ്റേപ്ലർ അടിച്ചൊരു 2 പേജിന്റെ സ്റ്റേപ്ലർ, അടുത്ത 2 പേജിന്റെ സ്റ്റേപ്ലർ, അടുത്ത 2, അങ്ങനെ 3 അത് ഇരിക്കുന്നത്. സ്റ്റേപ്ലർ അടിച്ച 2 പീസ് പേപ്പർ അത് കോടതി ഡോക്യുമെന്റ്. വേറൊരു കഥയാണ് വന്ന് പറഞ്ഞത്. അത് കൊച്ചിനെ രക്ഷിക്കണ കഥ എന്ന് പറഞ്ഞിട്ട് വന്നു. ഈ പറയുന്ന പോലെ നമ്മൾ ഇത് നോക്കുവാണ്. ഞാൻ ഡോക്യുമെന്റ് നോക്കിയപ്പോ ഇയാൾ ഈ പറഞ്ഞ കഥയായിട്ടൊന്നും വലിയ സാമ്യമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്ന എനിക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ചെക്ക് ലിസ്റ്റ് തരാം, നിങ്ങൾ ഇത്രയും ഡോക്യുമെന്റ്സ് കൊണ്ടുവരും. കാരണം അദ്ദേഹം എന്നെ ഒരു ലീഗൽ ഒപ്പീനിയൻ കൊടുക്കാനാണ് വിളിച്ചേക്കുന്നത്. സാറിനെ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട്. സാർ, എനിക്കിത് അത്ര നന്നായിട്ട് തോന്നുന്നില്ല, ഇതിൽ എന്തോ ഒരു സംതിങ് ഈസ് ഫിഷിങ്. സാർ അതൊന്ന് സൂക്ഷിച്ച് ഡീൽ ചെയ്യോ കേട്ടോ. ഡോക്യുമെന്റ് കിട്ടിയിട്ട് മതി സാറ് ബാക്കി മൂവ് ചെയ്യുന്നത്. സാറിന് അത് താല്പര്യം ഉണ്ടെങ്കിൽ ആടോന്ന് പറഞ്ഞു. ഞാൻ ചെക്ക് ലിസ്റ്റ് ഒക്കെ എഴുതി കൊടുത്തു. ഞങ്ങൾ അറിയാതെ അവിടെ ഇരുന്ന് ആ ഫോട്ടോ എടുത്തതാ. നമ്മൾ ഒളിക്യാമറ എന്നൊക്കെ പറയില്ലേ, നമ്മളറിയാതെ നമ്മുടെ ഫോട്ടോ എടുക്കാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? പക്ഷെ ഇത് നന്നായി ഫോട്ടോ എടുത്തത്. നമുക്ക് നാളെ നമ്മളെ ഇതൊക്കെ ചെയ്ത് നാണം കെടുത്തി മാനം കെടുത്തി എന്ന് പറഞ്ഞൊരു കേസ് പോയാൽ നമുക്കൊരു തെളിവായി. അതാ ഞാൻ പറഞ്ഞു, എല്ലാം കൊണ്ടും ദൈവഭാഗ്യം. അയാൾക്കന്ന് ഫോട്ടോ എടുക്കാൻ വന്ന ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ പറയും. പിന്നെ സാറിന്റെ പിന്നെയുള്ള ഫോട്ടോ നോക്കുമ്പോൾ അതിൽ ഞാനില്ല. അത് എന്നെ കാണുന്നതിന് മുമ്പേ ഉള്ളതാ. സാറിന്റെ വീട്ടിൽ അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഒരു ലേഡിയും കൊണ്ട് പോകുന്നതാ. സാറിന്ന് പറയുന്നത് കേട്ടോ, നമ്മുടെ വീട്ടിൽ വരുന്നവരോട് നമ്മളെ ആദിത്യ മര്യാദ കാണിക്കും. നമ്മളൊരു ചായയും കോഫിയും കൊടുത്താ എത്തുന്നത് അല്ലേ, ഇതൊരു മര്യാദയാണ്. അല്ലാണ്ട് കയറി വരുന്നവൻ നമ്മളെ ചതിക്കും. നമ്മളറിയാതെ നമ്മളിപ്പോ വീട്ടിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉടുപ്പ് നിങ്ങൾ വരും എന്ന് അറിഞ്ഞിട്ടാ ഞാനിപ്പം പുറത്തു പോയിട്ട് വന്നു, ഞാൻ ഈ ഡ്രസ്സിലിരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലിരിക്കുന്ന ഡ്രസ്സാ. സാറ് അവിടെ ഇരിക്കുന്നത് വീട്ടില് ഉടുക്കുന്ന ഒരു മുണ്ടും ടീഷർട്ടും ഇട്ടിട്ടായിരിക്കുന്നത്. സാറിന്റെ ഭാര്യ അവരുടെ വളരെ ആദിത്യ മര്യാദയുള്ളവരാ. ആര് ചെന്നാലും ഒരു വെള്ളം കൊടുക്കാണ്ട് വിടില്ല. അങ്ങനെയുള്ളൊരു വീട്ടിൽ കയറി ചെന്നിട്ട് അവര് കൊടുത്ത കോഫിയും കുടിച്ചിട്ട് ഈ സാധനം ഇരുന്ന് സാറിന് നോക്കിയിട്ട് മനസ്സിലായില്ല. സാറിന് ഈ ഡോക്യുമെന്റാ കൊടുക്കുന്നത്. ഈ സ്റ്റേപ്ലർ അടിച്ച 2 പേജ്, അതിന്റെ 3 സെറ്റ്. സാർ നോക്കിട്ട് എനിക്കിതൊന്നും മനസ്സിലാവണില്ല. എന്നിട്ട് നമ്മളിങ്ങനെ അറിയാണ്ട് എടുക്കില്ലേ, ആൾക്കാരെ ചതിക്കാൻ വേണ്ടി ക്യാമറ എടുത്തെടുക്കുക. അതൊക്കെ ശരിയാണ്? ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് ഭയങ്കര കുറ്റകൃത്യമല്ലേ? സാറ് പാവം ഒരുത്തൻ, അവനൊരു ട്രോമയിലായിരുന്നു. അപ്പൊ അയാൾക്ക് എന്തോ ഒരു സ്ട്രോക്കും കണ്ട് വന്നു, സംസാരമൊക്കെ പോയി. സാറിന് എല്ലാവരോടും പാവം തോന്നി. ഭയങ്കര ഹ്യൂമാനിറ്റി ഉള്ള ഒരു മനുഷ്യൻ. ഞങ്ങളൊക്കെ പറയും, സാറേ ഇങ്ങനെ കണ്ണടച്ചാരെയും വിശ്വസിക്കരുതെന്ന്. പുള്ളി എല്ലാരെയും അങ്ങ് വിശ്വസിക്കും, എല്ലാവരോടും പാവത്താണ് തോന്നുന്നത്. പുള്ളി അങ്ങനെയാ. പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അച്ഛൻ അമ്മ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടാ. പുള്ളി അയ്യോ പാവം, അവന് കൊച്ചിനെ തിരികെ കിട്ടുമെങ്കിൽ കിട്ടട്ടെ, ഈ കഥയിലൂടെ കുട്ടിയെ അവന് തിരിച്ച് കണ്ടെത്തണം, അങ്ങനെയൊക്കെ ആയിരുന്നു. സാറിന് ഇതൊക്കെ കേൾക്കുമ്പോഴേ നമുക്കിത് കേൾക്കുമ്പോൾ ഡ്രാമയായിട്ടൊക്കെ തോന്നും. സാർ ഭയങ്കര മനുഷ്യത്തോളാണ്, നമുക്കുണ്ട്, പക്ഷെ ചിലപ്പോൾ തിരിച്ചറിവും കൂടെ ഉണ്ടാവും. അങ്ങനെ സാറിന്റെ വീട്ടിൽ പോയി സാർ അറിയേണ്ട ക്യാമറയൊക്കെ എടുത്ത് ഫോട്ടോ എടുത്ത് അതും എടുത്തു. ഇതൊക്കെ ശരിക്കുള്ള ഒരു ഇന്റൻഷൻ ആണെങ്കിൽ അയാൾ അന്ന് ഞങ്ങളോട് പറഞ്ഞ ഈ കുട്ടിയെ കണ്ടുപിടിക്കുന്ന കഥയല്ലേ കോടതി കൊടുക്കേണ്ടത്. കോടതി കൊടുത്ത കഥ നിങ്ങൾ വായിച്ചില്ലേ? ഒരു അമ്മുമ്മയും ഒരു മകൻ, മകള്, ഒരു അമ്മുമ്മയുടെ പേരക്കുട്ടി, അമ്മുമ്മയുടെ മകൻ, മകള്, ഇവരെല്ലാരും കൂടെ കോടതിയിലിരുന്ന് വാദിക്കുന്നു, വിധി കൽപ്പിക്കുന്നു. നമ്മൾ ആരെയും കുറച്ച് കാണുന്നത് ഇതൊന്നും ബിലീവബിൾ അല്ല. അയാൾ അന്ന് പറഞ്ഞ കുട്ടിയെ കണ്ടുപിടിക്കാൻ പോകുന്ന എന്ത് വൃത്തിയുള്ള സ്റ്റോറിയായിരുന്നു. എന്തിനാ ഇങ്ങനെ നാടകം കാണിക്കുന്നത്? ട്രെയിലർ കണ്ടിട്ട് ചുമ്മാ ആരോ തട്ടിക്കൊടുത്തി ഒരു കഥയല്ലേ അത്, കേട്ടാൽ തന്നെ മനസ്സിലാകില്ല. റാം വരാനിരിക്കും, പക്ഷെ റാം ഇങ്ങനെ ലേറ്റ് ആവുന്നതിൽ എല്ലാവരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. റാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആവുന്നതിനെ കുറിച്ച് അറിയാം? റാമിന് ഈ പറഞ്ഞ പോലെ ഈ റാം കോവിഡിന് മുമ്പ് ഒരു സ്റ്റേജാണ്. കോവിഡ് കഴിഞ്ഞിട്ട് റാം 2 പാർട്ടായി, വലുതായി കുറച്ചും കൂടെ. കുറെ ആർട്ടിസ്റ്റുകൾ പുതുതായിട്ട് നല്ല ആർട്ടിസ്റ്റ് വന്നു. ഇതിനകത്ത് വലിയ സിനിമയാണ് അത്. അങ്ങനെയൊന്നും ഫൈറ്റ് ഉണ്ട് എന്ന് കേൾക്കുന്നു. ഒന്നല്ല, കുറെ മോഹൻലാലിന്റെ ഒരു കിടിലം ഫൈറ്റ് ഒന്നും അല്ല. അതൊക്കെ വലിയൊരു റാം ഇറങ്ങണം എന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ വർക്ക് ചെയ്തവർ ആഗ്രഹിക്കുന്നത്. ആ ക്രൂവില് ഓരോ മനുഷ്യനും ആഗ്രഹിക്കാം. ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടതാ. ഇത്ര അടുത്ത് ഷൂട്ട് ചെയ്ത UK, മൊറോക്കോ ഒക്കെ ഞങ്ങളിങ്ങനെ കോരി തെരിച്ചിരുന്ന മൊമെന്റ്സ് ആണ്. അത് ലാലേട്ടന്റെ മറ്റൊരു ഫേസ് ആണ്. ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടറിന്റെ വേറൊരു മുഖമാണത്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇനി നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള UK ഉണ്ട്, ട്യൂണീഷ്യ ഉണ്ട്. ഇതിന്റെയൊക്കെ ക്ലൈമറ്റ് ബാധിക്കും. ആർട്ടിസ്റ്റുകളുണ്ട്, ഒത്തിരി വലിയ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഡേറ്റ് പ്രശ്നമാണ്, ക്ലൈമറ്റ് പ്രശ്നമാണ്, ഇതെല്ലാം കൂടെ. അപ്പൊ എല്ലാത്തിനും ഒരു വിധിയുണ്ട്.
ആ വിധിയിൽ റാമും നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തൃഷ മോഹൻലാൽ കോംബോ അത് കൂടുതൽ അറിയണം എന്നൊരാഗ്രഹമുണ്ട്. എങ്ങനെയുണ്ട്? നല്ല കോംബോ അല്ലേ, നമ്മളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന. തൃഷ മാം എനിക്കൊന്നും ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ലാലേട്ടന്റെ കൂടിയാണ് റാമിനായിരുന്നു വരേണ്ടത്. ഭയങ്കര രസമാണ്. അതിലൊരു പാട്ടും ഒക്കെ നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്ത് കാണുമ്പോഴും ഇവര് തമ്മിലുള്ള സീക്വൻസ് ഒക്കെ കാണുമ്പോൾ എന്ത് രസമാണെന്ന് അറിയാം. കാണാൻ ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഒക്കെ സംഭവം ഇருக்கு. വലിയ സംഭവം ഇருக்கு. അപ്പോ ഇനിയും സിനിമകൾ വരട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. താങ്ക് യു സോ മച്ച്.